ഇന്നത്തെ വീഡിയോയിൽ ക്രെഡിറ്റ് ലിമിറ്റ്, സപ്ലയർ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാം. എങ്ങനെയാണ് റീറ്റെയിൽ റെഡി സോഫ്റ്റ്വെയറിൽ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് മാസ്റ്റർ എൻട്രിയിൽ പോവുക. മാസ്റ്റർ എൻട്രിയിൽ സപ്ലയർ. ഓക്കെ, ജസ്റ്റ് ഞാൻ സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ. അനന്തൻ ദെൻ അഡ്രസ് കൊടുക്കുക, എന്തെങ്കിലും സിറ്റി കൊടുക്കുക, കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, കോണ്ടാക്ട് നമ്പർ. അതിനുശേഷം ഇവിടെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നത്, ക്രെഡിറ്റ് ലിമിറ്റ്. സോ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുക, സേവ് കൊടുക്കുക. ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ എസ് കൂടി കൊടുക്കണം. സോ ഗെറ്റ് ഡേറ്റിൽ പോയി ഞാൻ വീണ്ടും അനന്തനെ സെലക്ട് ചെയ്യുവാണ്. ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തു, യെസ്, ഇവിടെ എസ്. ഓക്കെ, സ്റ്റാറ്റസ് എസ് ആക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കുക, സ്റ്റാറ്റസ് എസ് ചെയ്യുക, സേവ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പർച്ചേസ് സെൻറ്റർ എടുത്തു. ഇവിടെ നമ്മൾ സപ്ലയറിനെ സെലക്ട് ചെയ്യുവാണ്, അനന്തൻ. ഓക്കെ, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുവാണ്. ആഡ് ചെയ്തു, അടുത്ത പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുവാണ്. ആഡ് ചെയ്തു. ഓക്കെ, ഓൾറെഡി നമ്മൾ സപ്ലയറിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തിരുന്നത് 500 ആണ്. ഇപ്പോൾ ടോട്ടൽ ബിൽ എമൗണ്ട് 1200 വന്നിട്ടുണ്ട്. നോക്കാം, സേവ് ചെയ്യുവാണ്. യെസ്, ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് നമ്മൾ കിട്ടി, സപ്ലയർ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ പർച്ചേസ് എൻട്രി ചെയ്യും. ആ ക്രെഡിറ്റ് ലിമിറ്റിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും. Okay, thank you for watching this video. Thank you.